നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ വാർത്തകളുടെ ഒരു മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്വാഭാവികമായും വഖഫ് ബിൽ ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബിൽ അവതരിപ്പിക്കുക. തുടർന്ന് 8 മണിക്കൂർ നീളുന്ന വളരെ വിശദമായ ഒരു ചർച്ചയാണ് ഇന്ന് ലോക്സഭയിൽ നടക്കാൻ പോകുന്നത്. ക്രൈസ്തവ സഭകൾ പ്രത്യേകിച്ച് CBCയെയും ഒക്കെ അവരുടെ വിയോജിപ്പുകൾ അറിയിക്കുന്നുണ്ട്. ഒരു വെല്ലുവിളി സ്വഭാവത്തിൽ തന്നെ ഇതിനെതിരെ നിൽക്കുന്നവർ നാളെ മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നും KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി, ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മധുരയിൽ CPMന്റെ പാർട്ടി കോൺഗ്രസിന് തുടക്കമാവുകയാണ്. ആരാവും CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറി എന്ന ആകാംക്ഷ, ഉദ്വേഗം ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ തുടക്കമാവുന്ന. അവിടെ നിന്നുള്ള എല്ലാ വിവരങ്ങളുമായി VV അരുൺ നമ്മളോടൊപ്പം മധുരയിൽ നിന്ന് ചേരും. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടെ ഈ രേഖയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ തുറന്നു പറച്ചിലുകൾ, ആത്മവിമർശനങ്ങളുണ്ട് ഈ പാർട്ടി രേഖയിൽ എന്നതൊക്കെ അറിയും. വാളയാർ കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. വാളയാർ കേസിൽ മരിച്ച പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നൽകിയ ഹർജിയാണ് ഇന്ന് കോടതി വിധി പറയുന്നത്. അങ്ങനെ വാർത്തകൾ കൊണ്ട് വളരെ വളരെ സമ്പന്നമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ട്രംപ് വലിയ ചില പ്രഖ്യാപനങ്ങൾ നടത്താനിരിക്കുന്നുണ്ട്. ടാരിഫ് യുദ്ധം ഇന്നു മുതൽ യഥാർത്ഥത്തിൽ ആരംഭിക്കുകയാണ്. എന്തൊക്കെ കാത്തിരിക്കുന്നുണ്ട് അവിടെ എന്നറിയാം. അങ്ങനെ എല്ലാ വാർത്തകളുടെയും വിശദാംശങ്ങളുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് പക്ഷേ തലക്കെട്ടുകളിലേക്ക്. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ 12 മണിക്ക് അവതരിപ്പിക്കും. ഒറ്റക്കെട്ടായി എതിർക്കാൻ ഇന്ത്യ സഖ്യം. MP-മാർക്ക് വിപ്പ് നൽകി BJPയും പ്രതിപക്ഷവും. CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ കൊടിയേറും. പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ആശാ വർക്കർമാർക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനക്കുറവെന്ന സംഘടനാ റിപ്പോർട്ട്. പാർട്ടി മെമ്പർമാരുടെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും നിർദ്ദേശം. മാറ്റങ്ങളുമായി എമ്പുരാന്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ. തിരുവനന്തപുരത്ത് രാത്രി തന്നെ റീ എഡിറ്റഡ് എമ്പുരാൻ എത്തി. വിവാദങ്ങളിൽ അണിയറക്കാരെ പിന്തുണച്ച് KCBC. സിനിമയെ സിനിമയായി കാണണമെന്ന് ഫാദർ തോമസ് തറയിൽ. അമേരിക്കയുടെ ആഗോള പരസ്പര തീരുവ പ്രഖ്യാപനം ഇന്നുണ്ടാകും. വിശദാംശങ്ങൾ പുറത്തുവിടാതെ വൈറ്റ് ഹൌസ്. കയറ്റുമതിയെ ബാധിക്കുമെന്ന ആശങ്കയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. പ്രഖ്യാപനത്തിൽ ആകാംക്ഷയോടെ ഓഹരി വിപണി. IPL-ൽ ലക്നൌവിനെതിരെ പഞ്ചാബിന് 8 വിക്കറ്റ് ജയം. പ്രഭ് സിമ്രൻ സിംഗിനും ശ്രേയസ് അയ്യർക്കും അർദ്ധ സെഞ്ചുറി. ഇന്ന് ഗുജറാത്ത് ബാംഗ്ലൂർ പോരാട്ടം. Finishes off in style. A magnificent strike into the crowd. India lift the World Cup after 28 years. The parties start in the dressing room. ഇന്ത്യയുടെ രണ്ടാം ഏകദിന ലോകകപ്പ് വിജയത്തിന് ഇന്ന് 14 വർഷം. ശരി, അപ്പോൾ നമ്മൾ വിശദമായ വാർത്തകളിലേക്ക് പോവുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ബില്ല് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. 8 മണിക്കൂർ സമയമാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. എല്ലാ MP-മാർക്കും ഭരണപക്ഷം വിപ്പ് നൽകും. അതേസമയം ഇന്നലെ നടന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നിരുന്നു. ഇന്ന് ബിൽ പാർലമെന്റിൽ വരാനിരിക്കെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ലോക്സഭാ MP-മാർ യോഗം ചേരുന്നുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ എത്തുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് പറയുമ്പോഴും അവർക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ട്. അതേസമയം വളരെ പ്രസക്തമായ ചോദ്യം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ക്ഷേത്രഭരണ സമിതിയിൽ എത്ര അഹിന്ദുക്കൾ ഉണ്ടാകാറുണ്ട് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ മറുവശത്ത് ഉയർത്തുന്നുണ്ട്. ആ രീതിയിൽ പല വിവരങ്ങളും, ഈ ബില്ലിൻ്റെതായ പല വിവരങ്ങളും പുറത്തു വരുന്നുമുണ്ട്. ഇപ്പോൾ ഇന്ന് ബിൽ സഭയിൽ വരാനിരിക്കെ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, പരിഷ്കരിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ലാണ് ഇന്ന് പാർലമെന്റിൽ വെക്കുന്നത്. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം 12 മണിക്കായിരിക്കും ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെക്കുക. തുടർന്ന് ചർച്ച നടക്കും. 8 മണിക്കൂർ ചർച്ചയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ വിയോജിപ്പ് ഇന്നലെ തന്നെ കാര്യോപദേശക സമിതി യോഗത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതായത് 8 മണിക്കൂർ എന്ന സമയം വളരെ കുറവാണ് എന്ന നിലപാടായിരുന്നു പ്രതിപക്ഷത്തിൻ്റേത്.
അപ്പോൾ സർക്കാർ വ്യക്തമാക്കിയ കാര്യം 8 മണിക്കൂർ ചർച്ച കഴിഞ്ഞ് ചർച്ച അവസാനിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ സമയം നീട്ടാമെന്നൊരു നിലപാടാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നിലപാടൊക്കെ കൈക്കൊണ്ടത്. അപ്പോൾ ഇന്നലെ തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് വ്യക്തമായിരുന്നു. ഇന്നലെ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്നീട് ഇറങ്ങിപ്പോവുക ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഈ ബില്ലിനെ എതിർക്കുമെന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കും. ജനാധിപത്യ വിരുദ്ധമാണ് ഈ ബില്ലെന്നാണ് ഇന്ത്യ സഖ്യം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഏതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിലും ഈ നിലപാട് തന്നെയായിരിക്കും ഇന്ത്യ സഖ്യം സ്വീകരിക്കുക. സർക്കാരിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സർക്കാരിന് നിലവിൽ ആശങ്കകളില്ല. ബില്ല് 2 സഭകളിലും പാസ്സാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ലോക്സഭയിൽ ബില്ല് പാസ്സാക്കിയെടുക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. നാളെ രാജ്യസഭയിലും ഈ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കുക. കാരണം മറ്റന്നാൾ സഭാ സമ്മേളനം, ബജറ്റ് സമ്മേളനം അവസാനിക്കുകയാണ്. കാരണം ലോക്സഭയിൽ ഒരുപക്ഷെ സർക്കാരിനെ ഉറ്റുനോക്കിയിരുന്നത് പ്രധാനമായും JDUയും TDPയും എടുക്കുന്ന നിലപാടാണ്. കാരണം BJP കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് TDP, JDU മൂന്നാമത്തെ കക്ഷിയാണ്. ഈ 2 പാർട്ടികളും അതത് സംസ്ഥാനങ്ങളിൽ മുസ്ലിം വോട്ട് ബാങ്ക് നിർണായകമാണ്. പ്രത്യേകിച്ച് JDUവിന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നിതീഷ് കുമാർ ആ പാർട്ടിയെ നയിക്കുന്നു. അപ്പോൾ JDU ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ചില ആശങ്കകൾ അല്ലെങ്കിൽ അവർക്ക് മേൽ സമ്മർദ്ദം ശക്തമായിരുന്നു. ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് അടക്കം കഴിഞ്ഞ ദിവസം പാട്നയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതാണ്. നിതീഷ് കുമാറിനെ കണ്ട് ഈ ബില്ലിനെ പിന്തുണയ്ക്കരുതെന്ന് അവർ ആവർത്തിച്ചതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അമിത്ഷാ JDU നേതാക്കളുമായി ചേംബറിൽ ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെ JDU വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ബില്ലിനെ പിന്തുണയ്ക്കുമെന്നാണ്. കാരണം ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾ JPC അറിയിച്ചു. അപ്പോൾ അതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബില്ല് വരുന്നത് എന്ന നിലപാടാണ് JDU സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭയും രാജ്യസഭയും കടക്കാൻ സർക്കാരിന് പ്രതിസന്ധിയില്ല. TDPയും JDUയും മറ്റു ചെറു പാർട്ടികളും ഒക്കെ തന്നെ വരുമ്പോൾ സർക്കാരിൻ്റെ അംഗബലം 293 ഉയരും. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സർക്കാരിന് അംഗബലമുണ്ട്. രാജ്യസഭയിൽ നിലവിലെ അംഗബലം എന്ന് പറയുന്നത് 237 പേരാണ്. അതിൽ തന്നെ സർക്കാരിന് ഏതാണ്ട് 125, NDAക്ക് 125 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. അപ്പോൾ അവിടെയും വലിയ പ്രതിസന്ധി വരുന്നില്ല സർക്കാരിന്. അങ്ങനെ 2 സഭകളിലും ഈ ബില്ല് കടക്കുകയും ചെയ്യും. ഇനി ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ചില ആശങ്കകൾ ഇന്നലത്തെ യോഗത്തിൽ തന്നെ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകൾ. അതൊന്ന് LDFനൊപ്പമുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്, മറ്റൊന്ന് ജോസഫ് വിഭാഗമാണ്. ഈ 2 കക്ഷികളും ഇക്കാര്യം, അതായത് ബില്ലിലെ ജനാധിപത്യ ന്യൂനപക്ഷ വിരുദ്ധ നടപടികളെ എതിർക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയും ചെയ്യും. പക്ഷേ മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ ആശങ്കയുണ്ട് എന്ന് ഈ 2 നേതാക്കളും ഇന്നലെ യോഗത്തെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ കൂടി പരിഗണിക്കും എന്ന് മല്ലികാർജ്ജുൻ ഖർഗെ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ 2 പാർട്ടികൾ എന്ത് നിലപാട്, പ്രത്യേകിച്ച് വോട്ടിംഗ് അടക്കമുള്ള സമയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും 12 മണിക്കാണ് ബില്ല് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക. അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. അതിനുശേഷം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മറുപടി നൽകുകയും ചെയ്യും. അങ്ങനെ ഇന്നത്തെ സഭാ നടപടികൾ ഒരുപക്ഷെ രാത്രി വരെ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ശ്രീജ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതി ബിൽ, പുതുക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ചില വിവരങ്ങളൊക്കെ ഈ ബില്ലിൽ എന്തൊക്കെയാണ് ഉള്ളടക്കം എന്നത് സംബന്ധിച്ച് ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വഖഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ രേഖ നിർബന്ധമാക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ. സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന് ബില്ലിൽ നിർദ്ദേശമുണ്ട്. ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാമെന്ന ബില്ല് ശുപാർശ ചെയ്യുന്നു. 5 വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് മാത്രമേ വഖഫ് നൽകാനാവൂ എന്ന വ്യവസ്ഥയുണ്ട്. വഖഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്ക് പകരം വഖഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി എന്ന വിവരങ്ങളുണ്ട്. അങ്ങനെ ബില്ലിൻ്റെ വിവരങ്ങൾ പലയിടത്ത് ഇങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ബില്ലിലുള്ളത്, അതിൽ എന്ത് നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കും എന്നത് ഈ വോട്ടിങ്ങിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കും അറിയുക. എന്തായാലും ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരാനുള്ളത് ലോക്സഭയിൽ നിന്നാണ്. നമുക്ക് ലോക്സഭയിലേക്ക് ഉറ്റുനോക്കാം. 12 മണിക്ക് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ബില്ല് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും തുടർന്ന് വളരെ വിശദമായൊരു ചർച്ച, 8 മണിക്കൂർ നീളുന്ന ചർച്ച, അത് പോരെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പക്ഷേ 8 മണിക്കൂർ നീളുന്ന ഒരു ചർച്ച ഈ വിഷയത്തിൽ നടക്കുകയും ചെയ്യും. രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിവാദത്തിലേക്ക് തന്നെ, എംപുരാൻ വിവാദത്തിലേക്ക്. ഈ വിവാദത്തിൽ KCBCയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇതാദ്യമായി KCBC വക്താവ് തോമസ് തറയിൽ
ന്യൂസ് 18നോട് സംസാരിച്ചിരിക്കുന്നു. സിനിമയെ സിനിമയായി കാണണം. സിനിമയുടെ മുകളിൽ ഒരു വിമർശനം വന്നാൽ മതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ സിനിമയിൽ ഒരു വിമർശനം വന്നാൽ മതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ഇല്ലാതാകുന്നില്ലെന്നും സിനിമ ബഹിഷ്കരിക്കണമെന്ന നിലപാടില്ലെന്നും തോമസ് തറയിൽ പറഞ്ഞു. സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദ ഉപാധിയാണ്. അത് വാസ്തവത്തിൽ അങ്ങനെ തന്നെ കാണണം. സിനിമയെ സിനിമയായിട്ട് കാണുക, വിനോദത്തിന് വിനോദമായിട്ട് കാണുക. പക്ഷേ സിനിമയ്ക്ക് സന്ദേശങ്ങൾ നൽകുവാനുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ക്രിസ്തു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെയോ ഇസ്ലാം മതത്തിൻ്റെയോ ഏത് മതത്തിൻ്റെയും ആക്കളുടെ ആ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊന്നും ഇല്ലാതെയാവുന്നില്ല. ഇതാരെങ്കിലും കുറച്ച് പേര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറയുന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മളുടെ നിലപാടുകളിൽ ഒരു ഉറപ്പുള്ള വിശ്വാസികൾക്ക് നിലപാടുകളിൽ ഒരു മാറ്റവും ഉണ്ടാകത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണണോ കാണണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം മാറ്റങ്ങളുമായി എമ്പുരാന്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി തിരുവനന്തപുരം ആർടെക് മാളിലാണ് പുതുക്കിയ പതിപ്പ് പ്രദർശിപ്പിച്ചത്. വിവാദങ്ങൾക്ക് പിന്നാലെ ചിത്രത്തിൽ 24 ഇടത്താണ് വെട്ടുകളുള്ളത്. നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയതടക്കമുള്ള മാറ്റങ്ങളുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇന്നലെ ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നലെ തന്നെ അങ്ങനെ ഒരു റീ എഡിറ്റഡ് വേർഷൻ എത്തില്ല എന്ന് കരുതി. പക്ഷേ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി തന്നെ റീ എഡിറ്റഡ് വേർഷൻ വന്നിട്ടുണ്ട്. അതിലേറെ ശ്രദ്ധേയമായ കാര്യം ആ 24 വെട്ടുകളൊക്കെ അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും ഇതാദ്യമായി KCBCയുടെ ഭാഗത്തു നിന്നാണ് ഈ തരത്തിലൊരു പ്രതികരണം വരുന്നത്. സിനിമയിൽ ഒരു മതത്തെ വിമർശിച്ചാൽ അത് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഇല്ലാതാക്കില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇപ്പോൾ വലിയ ചർച്ചയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിന് എത്രത്തോളം പ്രസക്തിയുണ്ട്? ഈ പുതുക്കിയ വേർഷൻ കൊച്ചിയിലൊക്കെ എപ്പോൾ തൊട്ട് പ്രദർശിപ്പിച്ചു തുടങ്ങും? ശ്രീജ, എന്തായാലും വിവാദങ്ങളും വെട്ടുമൊക്കെ കഴിഞ്ഞ് എമ്പുരാൻ ഇന്നലെ രാത്രിയോട് തന്നെ പല തിയേറ്ററുകളിലും എത്തി. തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് എത്തിയത്. അതിനുശേഷം കൊച്ചിയിൽ ഇന്ന് 9 മണിയോടുകൂടി തന്നെ കവിതാ തിയേറ്റർ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നും ഹൗസ്ഫുള്ളാണ്. മിക്ക തിയേറ്ററുകളിലും ടിക്കറ്റ് കിട്ടാനില്ല. എമ്പുരാന്റെ വെട്ട് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസം കൊണ്ട് 200 കോടി കഴിഞ്ഞു ചിത്രത്തിന്റെ വരുമാനം. അങ്ങനെ എമ്പുരാൻ മറ്റൊരു തരത്തിൽ വലിയ ഹൈപ്പോട് കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനമായി തന്നെ എമ്പുരാൻ മാറി എന്ന് നിസ്സംശയം പറയാൻ കഴിയും. നമ്മുടെ മറ്റ് സിനിമകൾക്കൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ തന്നെ എമ്പുരാൻ എത്തി എന്ന് പറയുന്നത് മലയാളികൾക്കും ഈ കേരളത്തിനുമൊക്കെ അഭിമാനമായിട്ടുള്ള കാര്യമാണ്. അതൊരു വശത്ത് നിൽക്കുക തന്നെയാണ് ഈ ഒരു വിവാദങ്ങളൊക്കെ അങ്ങ് കൊടികുത്തി നിൽക്കുന്നത്. എന്തായാലും ഇതിൽ KCBCയുടെ ഒരു വിശദീകരണം വരുന്നത്, ഒരു സിനിമയിൽ ഇത്തരത്തിലുള്ള മതത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തെയോ ഒക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂല്യം പോകില്ല. സിനിമയെ സിനിമയായി തന്നെ കാണണം. അങ്ങനെ ആസ്വദിക്കാനുള്ളൊരു മനസ്സ് നമ്മളെല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടിയാണ് KCBC വ്യക്തമാക്കുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ അടുത്തിറങ്ങിയ ചില സിനിമകളിൽ ഈ ക്രിസ്ത്യൻ മതത്തെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചിഹ്നങ്ങളെയൊക്കെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ സിനിമകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊരു സിനിമ, അതൊരു വിനോദമാണ്. അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി. അല്ലാതെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സിനിമ ബഹിഷ്കരിക്കണം എന്നുള്ളൊരു ആഹ്വാനമൊന്നും KCBCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെയല്ല ഞങ്ങളുടെ നിലപാട്. അങ്ങനെ ഒരു സിനിമയിൽ വിമർശനം ഉന്നയിച്ചാൽ അവസാനിക്കുന്നതുമല്ല നമ്മുടെ വിശ്വാസം. വിശ്വാസികൾ അത് ഏത് മതവുമാകട്ടെ, അത് ഹിന്ദു മതമെന്നോ മുസ്ലിം മതമെന്നോ ക്രിസ്ത്യാനികളെന്നോ ഒന്നുമില്ല. എല്ലാവരും അവരുടെ മതത്തിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോരുന്നുണ്ട്. സിനിമയെ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി എന്നുള്ളൊരു കാര്യം കൂടിയാണ് KCBC വ്യക്തമാക്കുന്നത്. എന്തായാലും 24 വെട്ടാണ് എമ്പുരാന് വന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പേരുൾപ്പെടെ മാറ്റിയിട്ടുണ്ട്. അത് സുരേഷ് ഗോപി MP തന്നെ നിർദ്ദേശിച്ചതായിരുന്നു അണിയറ പ്രവർത്തകരോട് തന്റെ പേര് ഇതിൽ നിന്ന് മാറ്റണമെന്ന്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് സിനിമാക്കാരനാണ്, പക്ഷേ ഒരു MP ആണ്. അത് പാർട്ടിയാണോ സിനിമയാണോ എന്ന് വലുതെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി MPയെ സംബന്ധിച്ച് ഉത്തരം പറയുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയുള്ള പ്രതികരണത്തിലൊക്കെ ഇതൊരു ബിസിനസ് അല്ലേ എന്ന രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞ് ഒതുക്കി കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ഈ വില്ലന്റെ പേര് മാറ്റിയിരിക്കുന്നു, ചില സംഭാഷണങ്ങൾ മാറ്റിയിരിക്കുന്നു, മതചിഹ്നങ്ങൾ മാറ്റിയിരിക്കുന്നു. അങ്ങനെ വലിയ ആകെ 2 മിനിറ്റ് ഈ സിനിമയ്ക്ക് 2 മിനിറ്റ് 8 സെക്കൻഡ് മാത്രമേ വെട്ടി മാറ്റിയിട്ടുള്ളൂ. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘപരിവാറിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അനിഷ്ടമായി തോന്നിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ സിനിമയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് എന്നാണ് ഏറെ പ്രധാനമായിട്ടുള്ളത്. ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം ഇന്നലെ തന്നെ വന്നതാണ്. ആരുടെയും സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. ഒരു സിനിമ
പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കിയെങ്കിൽ അത് മാറ്റേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ രീതിയിലേക്ക് കണ്ടാൽ മതിയെന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു വെക്കുന്നു. പക്ഷെ അപ്പോഴും മുരളി ഗോപിക്ക് എന്താണ് ഇതിലുള്ളൊരു പ്രതികരണം എന്നിപ്പോഴും വ്യക്തമായിട്ടില്ല. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും അടക്കം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പോലും മുരളി ഗോപി പ്രതികരണങ്ങളൊന്നും തന്നെ നൽകിയില്ല. നമ്മൾ ബന്ധപ്പെടുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇതിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം പൃഥ്വിരാജിനും എന്താണ് പറയാനുള്ളതെന്നും അറിയേണ്ടതുണ്ട്. പൃഥ്വിരാജിനും മോഹൻലാലിന്റെ അതേ അഭിപ്രായം തന്നെയാണോ എന്നും അറിയേണ്ടതുണ്ട്. ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അങ്ങനെ ഒരാൾ മാത്രം മാറി നിന്നതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എമ്പുരാനിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കില്ല. അങ്ങനെ അണിയറ പ്രവർത്തകർ ഒന്നിച്ചെടുത്ത തീരുമാനം എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. എന്തായാലും എമ്പുരാൻ T3 ഉണ്ടാകും എന്നുകൂടി ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു വെക്കുന്നു. അത് ഇനി ഏത് വിധത്തിലാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീജ. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് കൊച്ചിയിലുള്ളവർക്ക് ഇന്ന് തൊട്ടാണ് മാറ്റങ്ങൾ വരുത്തിയ വെട്ടേറ്റ് അങ്ങനെ മുറിപ്പെട്ടിട്ടുണ്ടോ, എമ്പുരാൻ അത്ര മുറിവൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നറിയേണ്ടത് കഴിഞ്ഞ വേർഷൻ കണ്ടവർക്കാണ് കൂടുതൽ പറയാൻ പറ്റുക. അപ്പം അങ്ങനെ കുറേ പേരും കൂടെ തിയേറ്ററുകളിൽ എത്തുമല്ലോ ഇന്നത്തെ ദിവസം. എന്തായാലും കൊച്ചിയിൽ ഇന്ന് രാവിലെ 9 മണിയോടെ ഈ റീ എഡിറ്റഡ് എമ്പുരാൻ എത്തും. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി തന്നെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസം ചിലപ്പോൾ 2 തിരക്കും കൂടിയായിരിക്കും. എമ്പുരാന് നിലവിൽ തന്നെ ടിക്കറ്റുകൾ കിട്ടാനില്ല. അതിൻ്റെ കൂടെ ഈ എന്തൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി, ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നത് ഈ സെൻസർ ബോർഡിൻ്റെ രേഖ എന്തൊക്കെ തിരുത്തുകൾ വരുത്തിയിട്ടുണ്ട് എന്നൊരു രേഖ ഉണ്ട്. ആ രേഖ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ രേഖ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയാൽ വളരെ എളുപ്പത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റുകളൊക്കെ വളരെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും കണ്ടവർക്ക് ഒന്നുകൂടെ കാണാം. എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, അത് ലോജിക്കലായി സിനിമയെ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ അതറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്. അപ്പോൾ കാണുന്നവർ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവാം. മധുരയിൽ ചെങ്കൊടിയേറ്റം. CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ കൊടിയുയരും. മുതിർന്ന അംഗം ബിമൻ ബസു പാർട്ടി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. BV രാഘവലു സംഘടനാ റിപ്പോർട്ടും പ്രകാശ് കാരാട്ട് രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. MA ബേബി, BV രാഘവലു, അശോക് താവ്ലെ എന്നിവരാണ് പരിഗണനയിലുള്ളത്. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ ആശമാർക്കടക്കം പരാമർശമുണ്ട് എന്നാണ് അറിയുന്നത്. നമ്മൾ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. VV അരുൺ ചേർന്നുണ്ട് മധുരയിൽ നിന്ന്. അരുൺ, മധുരയിൽ വളരെ വളരെ ചുമന്ന ഒരു പ്രഭാതമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം അത്രയേറെ ആ ഒരു സംഘടന ഊർജം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണുള്ളത്. ഇനി അറിയേണ്ടത്, ഇന്നിപ്പോൾ സംഘടനാ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ വൈകിട്ട് തൊട്ടേ പലയിടത്തായി കാണുന്നുണ്ട്. ആശമാരെ കുറിച്ച് പരാമർശമുണ്ട്. പാർട്ടിയിൽ യുവാക്കളുടെ സ്വാധീനം, യുവാക്കളിലെ എങ്ങനെയാണ് പാർട്ടി സ്വാധീനിക്കുന്നത്, പാർട്ടി അംഗങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ നിലവാരം, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ഇന്നത്തെ ഈ സമ്മേളന നടപടികൾ എപ്പോൾ ആരംഭിക്കും? എങ്ങനെയൊക്കെയാണിത്? ശ്രീജ, മധുരയ്ക്ക് പണ്ട് ചുവപ്പുണ്ട്. അത് പണ്ട് തൊട്ടേ CPM-ന് സ്വാധീനമുള്ള ഒരു മണ്ണാണ്. തമിഴ്നാട്ടിലെ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നെന്ന് പറയാം മധുര. 70-കൾ മുതൽ CPM-ന്റെ MP ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും 2 തവണയായി സു വെങ്കടേശൻ CPM-ന്റെ MP-യാണ്. DMK-യുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ CPM-ന്റെ മധുര മണ്ഡലം നിലനിർത്താൻ കഴിയുന്നത് വസ്തുവാണെങ്കിൽ പോലും പരമ്പരാഗതമായി CPM-ന് വേരോട്ടമുള്ള ഒരു മണ്ഡലം. അതിന്റെ എല്ലാ പ്രൗഢിയും ഈ സമ്മേളന നഗരിയിൽ ഒരുക്കാൻ CPM-ന്റെ ഇവിടുത്തെ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഇവിടെയാണ് ഈ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്ന ഇവിടെയാണ് 8 മണിയോടുകൂടി മുൻ PB അംഗവും ബംഗാൾ സംസ്ഥാന ഘടകത്തിന്റെ മുൻ സെക്രട്ടറിയുമായ ബിമൻ ബസു പതാക ഉയർത്താൻ പോകുന്നത്, പാർട്ടി പതാക ഉയർത്താൻ പോകുന്നത്. ഇവിടെ 8 മണിയോടുകൂടി CPM-ന്റെ പാർട്ടി കോൺഗ്രസിന്റെ പതാക ഉയരും. അതിനുശേഷമാണ് സമ്മേളന പ്രകൃതി സമ്മേളന നടപടികളിലേക്ക് CPM കടക്കുക. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ
ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിസമയത്ത് മുഴുവൻ സമയം മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസായി കൂടി ഈ മധുരയിലെ ഒരു ഹോട്ടൽ, ഒരു സ്വകാര്യ ഹോട്ടൽ മാറുകയാണ്. മുഖ്യമന്ത്രി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. മുഖ്യമന്ത്രിക്ക് ഒപ്പം 9 മന്ത്രിമാർ, ഈ CPM മന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മിനി ക്യാബിനറ്റായി കൂടി മധുരയിൽ അതിനുള്ള സംവിധാനമായി കൂടി മാറുകയാണ്. ഏതായാലും സംഘടനാപരമായി CPM ഏറെ പ്രത്യേകതകളുള്ള, ഏറെ നിർണായകമായ ഒരു സമ്മേളനമാണ് ഇപ്പോൾ കാണുന്നത്. ഈ സമ്മേളന പ്രകൃതി സമയം നടക്കുന്ന സീതാറാം യെച്ചൂരി നഗറിന്റെ മുൻവശമാണ്. വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു പ്രദേശം, വളരെ കൃത്യമായി, വളരെ സംഘടനാപരമായി വളരെ മികച്ച രീതിയിൽ നടത്തുന്ന ഒരു സമ്മേളനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സംഘടനാ രംഗത്തും CPM നിരവധി കാര്യങ്ങൾ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നേരത്തെയൊക്കെ ഇടത് മതേതര ബദൽ ശക്തിപ്പെടുത്തണമെന്നാണ് CPM പ്രധാന മുദ്രാവാക്യം കുറേ നാളുകളെ. കാരണം സ്വയം ശക്തി കേരളം ഒഴികെ മറ്റിടങ്ങളിലും കാര്യമായ ശക്തിയില്ലാത്തൊരു പ്രസ്ഥാനമായി CPM മാറിക്കഴിഞ്ഞു. അതവർ അംഗീകരിക്കുന്നു. ഈ സംഘടനാ റിപ്പോർട്ടിലും അത്തരം പരാമർശങ്ങളുണ്ട്. കേരളത്തിലൊഴികെ മറ്റിടത്തും എല്ലാവരും തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് CPM പോകുന്നത്. ത്രിപുര മാത്രമാണ് വോട്ട് കണക്കിനെങ്കിലും 20% മുകളിൽ CPM പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു വോട്ട് വിഹിതമുള്ള സ്ഥലം. പക്ഷേ മറ്റെല്ലായിടങ്ങളിലും തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ സമ്മേളന കവാടത്തിന് മുൻവശത്തെ ഒരു കാറൽ മാക്സിന്റെ ഒരു രൂപം സ്ഥാപിച്ചിരിക്കുന്നത് സെൽഫി പോയിന്റ് ആണ്. ഇവിടെ നിരവധി ആളുകൾ ഇത്തരത്തിൽ വന്ന് സെൽഫി എടുത്തു പോകുന്ന ഒരു പോയിന്റാണ്. ഇങ്ങനെ കാറൽ മാക്സിനെ ഒപ്പം ഇരുന്ന് സെൽഫി എടുക്കാൻ കഴിയുന്ന ഒരു തരത്തിൽ ഇതിവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ ഈ കാറൽ മാക്സിന്റെ ഒരു രൂപമുണ്ട്. അവിടെ ആളുകൾക്ക് വന്നിരുന്ന് സെൽഫി എടുത്ത് മടങ്ങാവുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ആളുകളെ ആകർഷിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPM കാര്യമായ വേരോട്ടം ഉണ്ടായിരുന്ന ഒരു മണ്ണാണ് ഇവിടെ. ആ രീതിയിലുള്ള സ്വാധീനം പാർട്ടിക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും സാധാരണഗതിയിൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് CPM നടത്തുന്നത്. അതിനുള്ള വളക്കൂറുള്ള മണ്ണായാണ് മധുര CPM കാണുന്നത്. അതുകൊണ്ടുകൂടിയാണ് മധുരയിൽ ഇത്തരം ഒരു പാർട്ടി കോൺഗ്രസ് CPM സംഘടിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടിയുടെ സംഘടനാ ശേഷി, സംഘടനാ ശക്തിയൊക്കെ കൃത്യമായി CPM തിരിച്ചറിയുന്നു. കേരളം ഒഴികെ മറ്റൊരിടത്തും പാർട്ടിക്ക് മുന്നേറാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ തങ്ങളുടെ ശക്തി നിലനിർത്താൻ കഴിയുന്നില്ല എന്ന സ്വയം വിമർശനം CPM സംഘടനാ റിപ്പോർട്ടിലുണ്ട്. അത് മറികടക്കുക, ഒരു പാർട്ടി ഒരു സ്വതന്ത്ര ശക്തിയായി മാറുക, പരമാവധി ഇടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചുപിടിക്കുക, സ്വാധീന ശക്തി തിരിച്ചുപിടിക്കുക എന്ന വലിയ വെല്ലുവിളി കൂടി ഈ സമ്മേളന കാലയളവിൽ, ഈ പാർട്ടി കോൺഗ്രസ് കാലയളവിൽ CPM ഏറ്റെടുക്കുന്നുണ്ട്. അത് കൂടി കണക്കിലെടുത്തുള്ള ചർച്ചകളാകാം ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഈ സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമായി സൂചിപ്പിച്ച കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, സംഘടനാ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇത്തരം സ്വയം വിമർശനപരമായ കണ്ടെത്തലുകൾ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്ക് ഈ സംഘടനാ റിപ്പോർട്ടുമായി കേരളത്തിലെ സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്ത് പോകാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു പോകാൻ കഴിയുന്നത്, ആശാസമരം അല്ലെങ്കിൽ ആശമാരുടെ കാര്യം ഈ സംഘടനാ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ആശമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സിന്റെ കാര്യത്തിൽ അത് ഉച്ചഭക്ഷണ സ്കൂൾ പാചകത്തൊഴിലാളി അടക്കമുള്ളവരുടെ കാര്യങ്ങളിൽ വലിയ സമരങ്ങൾ നടത്തി നിയമപോരാട്ടങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ് CPM. പക്ഷേ അവരെ ഇപ്പോൾ ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല എന്നൊരു സ്വയം വിമർശനം ഈ റിപ്പോർട്ടിൽ CPM സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആശാപ്രവർത്തകർക്കിടയിൽ സ്വാധീനക്കുറവുണ്ട് പാർട്ടിക്ക് ഇപ്പോൾ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഇവർക്കായി തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാൽ അവിടെ അവരെ കൂടെ നിർത്താൻ കഴിയുന്നില്ല. പാർട്ടി എതിർക്കുന്നവരുമായി പലപ്പോഴും ഇവർ ചേർന്ന് നിൽക്കുന്നു എന്നൊരു വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത്. പാർട്ടിക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും, കേരളത്തിന്റെ പേര് പറയാതെയാണെങ്കിൽ പോലും ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരത്തിൽ ആശാ വർക്കർമാർ പോലെയുള്ള സ്കീം വർക്കേഴ്സിനെ ചേർത്ത് നിർത്താൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന വിമർശനമുണ്ട്. തൊഴിലാളികളിൽ നിന്ന് പാർട്ടി അകന്നു പോകുന്നുവെന്ന വിമർശനമുണ്ട്. അതൊക്കെ മറികടക്കാനുള്ള നടപടികൾ വേണമെന്ന നിർദ്ദേശങ്ങളുണ്ട്. ജനവാസം കൂടുതലുള്ള മേഖലകളിൽ പാർട്ടി പ്രവർത്തനം ശക്തമാക്കണം. പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ വിലയിരുത്തി പോകുന്നത് ഈ 3 വർഷം കൂടുമ്പോഴുള്ള പാർട്ടി കോൺഗ്രസ് വരുമ്പോഴാണ്. അങ്ങനെ പോരാ, ഓരോ വർഷവും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഏറ്റവും നിർണായകമായ പാർട്ടിയുടെ തീരുമാനം എടുക്കുന്ന ഘടകത്തിലുള്ളവരാണ്. അവിടെ വളരെ കൃത്യമായ നിരീക്ഷണം, കൃത്യമായ വിലയിരുത്തൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം. ഓരോ വർഷവും അവരുടെ PB അംഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തണം. പാർട്ടിയിലേക്ക് യുവാക്കൾ വരുന്നില്ല എന്ന വലിയൊരു പ്രതിസന്ധിയായി CPM ചൂണ്ടിക്കാട്ടുന്നു. യുവാക്കൾ വരുന്നില്ല, പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. യുവാക്കൾക്കിടയിൽ അടക്കം സോഷ്യലിസം പ്രചരിപ്പിക്കണം. സോഷ്യലിസമാണ് CPMന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ മാർക്സിസവും സോഷ്യലിസവും എന്തെന്ന് പോലും അറിയാത്ത ആളുകൾ ഇപ്പോൾ ഉണ്ട്. അത്തരം ആളുകളെ അവർക്ക് വിദ്യാഭ്യാസം നൽകി, രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി അവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കണം. ഹിന്ദുത്വ വർഗീയത എതിർക്കാൻ ശക്തമായ പ്രചരണം നടത്തണം. എല്ലാ ഘടകങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ വേണം. പ്രാദേശിക ഘടകങ്ങളിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് പരിഹരിക്കാൻ മേൽഘടകങ്ങൾ ഇടപെടണം. മുൻഗണന നൽകേണ്ട കാര്യങ്ങളൊക്കെ 5 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കാര്യങ്ങളും ഈ
റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. അങ്ങനെ ഈ സംഘടനാ റിപ്പോർട്ടിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ ശേഷി തിരിച്ചറിയുന്ന അല്ലെങ്കിൽ എങ്ങനെ പാർട്ടിക്ക് മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കുന്ന പാർട്ടി കേരളം എന്നൊരു സംസ്ഥാനത്തേക്ക് മാത്രമായി അവരുടെ സ്വാധീനം ഇപ്പോൾ നിലനിർത്തുന്ന ഒരു സംസ്ഥാനമാണെന്ന് സ്വയം അംഗീകരിക്കുന്ന റിപ്പോർട്ടാണ് CPM ഇന്ന് സീതാറാം യെച്ചൂരി നഗറിൽ ഇവിടെ പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ സമ്മേളനം നടക്കുന്ന പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദിയാണ്. ഇതിന്റെ മുൻവശമാണ്. ഇവിടെയാണ് CPMന്റെ പ്രതിനിധി സമ്മേളനം നടക്കുക. ഈ ഹാളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള വേദിയാണിത്. ഇവിടെ ജനറൽ സെക്രട്ടറി ചുമതലയുള്ള പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഈ സംഘടനാ റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് മുതിർന്ന PB അംഗം കൂടിയായ BV രാഘവലുവാണ്. നമുക്കറിയാം രാഘവലു ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിലൊരു പ്രത്യേകതയുള്ളത് ഹൈദരാബാദിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ആര് ഉണ്ടാകുമെന്നതിന് ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ അന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് സീതാറാം യെച്ചൂരിയായിരുന്നു. യെച്ചൂരി തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വരികയും ചെയ്തു. അതുകൊണ്ട് ഈ രാഘവലുവിനെ ഇത്തരത്തിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ CPM ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അദ്ദേഹം വരും എന്നതിന്റെ സൂചനയായി ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വളരെ സജീവമായി തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരാണ് രാഘവലുവിന്റേത്. CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ മലയാളിയായ നേതാവ് MA ബേബിയുടെ പേരും സജീവ പരിഗണനയിലുണ്ട്. ബേബിയോ രാഘവലു എന്നതാണ് ഇപ്പോൾ പ്രധാനമായും പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചർച്ച. MA ബേബിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായമുള്ള നിരവധി നേതാക്കൾ CPMന്റെ കേരള ഘടകത്തിലുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് നിലപാടെടുക്കുന്നത് വളരെ നിർണായകമായി തീരും. ബേബി വരുന്നതിനോട് ബംഗാൾ ഘടകത്തിന് അത്ര യോജിപ്പില്ല എന്ന വിവരങ്ങളും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണ് രാഘവലുവിനെ പോലെ ദേശീയതലത്തിൽ നേരത്തെ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കളുടെ പേര് അവർ ഉയർത്തിക്കാട്ടുന്നത്. ശരി, PV അരുണാണ് വിവരങ്ങൾ നൽകിയത്. മധുരയിൽ നിന്ന് ചുവന്ന മണ്ണാണ് മധുരയുടേത്. വലിയ പ്രതാപം പറയാനുണ്ട് മധുരയ്ക്ക്. ആ പ്രതാപത്തെ എല്ലാം ആഘോഷിക്കുന്ന തരത്തിലാണ് CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ തുടക്കമാവുന്നത്. സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെയാണ് വിശദാംശങ്ങൾ വരാനുള്ളത്. അത് ഈ ദിവസം നമുക്ക് അപ്പോൾ തന്നെ അരുൺ അവിടെ നിന്ന് എത്തിക്കും. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. BJPയുടെ അടുത്ത ദേശീയ പ്രസിഡന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. ഏപ്രിൽ 4-ന് പാർലമെന്റ് സമ്മേളനം അവസാനിച്ചാൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ മുതൽ ശിവരാജ് സിംഗ് ചൗഹാൻ വരെയുള്ള ആളുകളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അടുത്ത പ്രസിഡന്റ് ഒരു വനിതയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. BJPയുടെ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരാകുമെന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. G. കിഷൻ റെഡ്ഡി, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, മനോഹർലാൽ ഖട്ടർ, ശിവരാജ് സിംഗ് ചൗഹാൻ അങ്ങനെ പല പേരുകൾ ചർച്ചയിലുണ്ട്. അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു വനിതയാകട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചാൽ D. പുരന്തേശ്വരി, വനതി ശ്രീനിവാസൻ എന്നിവർ പരിഗണിക്കപ്പെട്ടേക്കാം. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ പ്രകടനം എന്നിവ പരിഗണിച്ച് ആ മേഖലയിൽ നിന്ന് പുതിയ നേതാവ് വന്നേക്കാമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് M. വെങ്കയ്യ നായിഡു, ജന കൃഷ്ണമൂർത്തി, ബംഗാരു ലക്ഷ്മൺ എന്നീ മുൻ അധ്യക്ഷന്മാരുടെ പാത പിന്തുടർന്ന് G. കിഷൻ റെഡ്ഡി പട്ടികയിൽ ഇടം പിടിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാനും ഭൂപേന്ദ്ര യാദവും പ്രമുഖ OBC മുഖങ്ങളാണ്. മനോഹർലാൽ ഖട്ടർ, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർക്ക് RSSന്റെ ശക്തമായ പിന്തുണയുണ്ട്. 13 സംസ്ഥാനങ്ങളിലെ പ്രസിഡന്റുമാരെ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ UP, കർണാടക, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവയുൾപ്പെടെ ശേഷിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലെയും അധ്യക്ഷന്മാരുടെ പേരുകൾ പ്രഖ്യാപിക്കും. അതിനുശേഷം ഈ മാസം അവസാനത്തോടെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. 2019-ലാണ് JP നഡ്ഡ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റത്. 2020 ജനുവരിയിൽ ഏകകണ്ഠമായി BJPയുടെ ദേശീയ പ്രസിഡന്റായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് കാലാവധി നീട്ടിയത്. JP നഡ്ഡ പദവിയൊഴിയുമ്പോൾ ചുമതലയേറ്റെടുക്കുന്ന അധ്യക്ഷൻ സംഘ് പരിവാറിലെ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ സംഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നേതാവായിരിക്കും എന്ന് പാർട്ടി തറപ്പിച്ചു പറയുമ്പോഴും നരേന്ദ്രമോദിയുടെ തീരുമാനമായിരിക്കും അന്തിമം. ന്യൂസ് ഡെസ്ക്, News 18. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യ സൂത്രധാരൻ പങ്കജ് മേനോൻ പിടിയിൽ. ഇന്ന് പുലർച്ചെ കല്ലമ്പലത്ത് വെച്ച് കരുനാഗപ്പള്ളി പോലീസാണ് ഇയാളെ പിടികൂടിയത്. പങ്കജിനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു. ഇതോടെ 7 പേരാണിപ്പോൾ കേസിൽ പിടിയിലായിട്ടുള്ളത്.
വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഇയാളാണ് ഈ കൊട്ടേഷൻ നൽകിയത് എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഇപ്പോൾ ഇയാൾ എവിടെയാണുള്ളത്? എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത്? ശ്രീജ, ഇന്ന് പുലർച്ചെയാണ് ഈ സന്തോഷ് വധക്കേസിൽ മുഖ്യ സൂത്രധാരനായ പങ്കജ് മേനോനെ പിടികൂടാൻ സാധിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. രഹസ്യ വിവരത്തെ തുടർന്നുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഇയാൾ പിടിയിലായിരിക്കുന്നത്. കല്ലമ്പലത്ത് ഇയാൾ ഒളിവിൽ കഴിയുന്നു എന്നുള്ളൊരു വിവരമായിരുന്നു പോലീസിന് ലഭ്യമായത്. തുടർന്നുള്ള പരിശോധനയിൽ ഇയാളെ പിടികൂടുകയായിരുന്നു. കരുനാഗപ്പള്ളി സ്പെഷ്യൽ ടീമാണ് ഇയാളെ പിടികൂടിയത്. ഇന്ന് പുലർച്ചെ 3:30 നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചതെന്നാണ് അറിയുന്നത്. ഈ കേസിൽ മുഖ്യ സൂത്രധാരനാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കൊട്ടേഷൻ നൽകിയതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പോലീസ് അന്വേഷിക്കുന്നത്. ഇയാളെ ഇപ്പോൾ ഉന്നത പോലീസ് അധികാരികൾ ചോദ്യം ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതോടുകൂടി ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 7 മാറുകയാണ്. 6 പേരാണ് നിലവിൽ ഈ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. എന്തായാലും ഈ ഇപ്പോൾ പിടിയിലായ പങ്കജ് മേനോന്റെ രാഷ്ട്രീയ ബന്ധം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കും. എന്താണ് ഈ കേസിൽ ഇയാൾക്കുള്ള പങ്കെന്നതിനെ കുറിച്ച് അന്വേഷിക്കും. അതുപോലെ ജിം സന്തോഷും ഈ പങ്കജ് മേനോനും തമ്മിലുള്ള വിരോധത്തിനുള്ള കാരണം അടക്കം പോലീസ് അന്വേഷിക്കും. എന്തായാലും ഇയാൾ പിടിയിലായതോടുകൂടി ഒളിവിൽ കഴിയുന്ന അലുവ അതുൽ എന്ന ക്രിമിനലിനെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു, നിരവധി പേരുടെ മൊഴിയെടുത്തിരുന്നു. രാഷ്ട്രീയ ബന്ധം, ഈ പ്രതികൾക്കുള്ള രാഷ്ട്രീയ ബന്ധം കണക്കിലെടുത്ത് നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. ശ്രീകാന്ത്, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ കേസിൽ ജിം സന്തോഷ് വധക്കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് പങ്കജ് മേനോൻ. ഇയാൾ ഒളിവിലായിരുന്നു. പങ്കജിനെയാണ് ഇന്ന് പുലർച്ചെ പിടികൂടിയത്. ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥ മേഘ സാമ്പത്തിക ചൂഷണത്തിന് പുറമെ ലൈംഗിക ചൂഷണത്തിനും ഇരയായിട്ടുണ്ടെന്ന് പിതാവ് മധുസൂദനൻ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പോലീസ് സ്റ്റേഷനിലെത്തി തെളിവുകൾ കൈമാറിയ ശേഷമാണ് മേഘയുടെ അച്ഛൻ പ്രതികരിച്ചത്. അതേസമയം മേഘയുടെ സുഹൃത്തായിരുന്ന IB ഉദ്യോഗസ്ഥൻ കൂടിയായ സുകാന്ത് സുരേഷിന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇത്ര ദിവസമായിട്ടും ഇതുവരെയും സുകാന്ത് എവിടെയെന്ന ഒരു സൂചന പോലും പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് മേഘയുടെ അച്ഛൻ നിർണായകമായ മറ്റു ചില സൂചനകൾ കൂടി പോലീസിന് കൈമാറുന്നത്. ചില തെളിവുകൾ കൂടി കൈമാറിയിട്ടുണ്ട് എന്നറിയുന്നു. എന്താണ് ഈ കുടുംബം ആരോപിക്കുന്നത്? ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് മേഘ പോകാനുള്ളൊരു കാരണം എന്താണെന്നാണ് അവരുടെ ഒരു നിഗമനം. പോലീസ് അന്വേഷണം നിലവിൽ എവിടെയാണുള്ളത്? ശ്രീജ, ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് മാനസികമായി മേഘ മധുവിനെ തകർത്തത് എന്നാണ് കുടുംബം പോലീസിനോട് പറയുന്നത്. അവിടെയാണ് പോലീസ് ഈ കുടുംബാംഗങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ആത്മഹത്യയ്ക്ക് പ്രേരണയായത് സുഗാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പെരുമാറ്റം തന്നെയാണ് എന്ന്. അങ്ങനെയാണ് ഈ ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ സുകാന്ത് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതിന്റെ ഒരു അനിവാര്യതയിലേക്ക് പോലീസ് കടന്നത്. പക്ഷേ ഈ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി സുകാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. വീട്ടിലെത്തി പരിശോധിക്കുന്നു, വീട്ടിലില്ല. വീട് മുഴുവൻ അടച്ചിട്ട നിലയിലാണ്. കൊച്ചിയിലെ ഓഫീസിൽ പരിശോധന നടത്തുന്നു, അവിടെയും സുഗാന്തില്ല. IBയും അതോടൊപ്പം തന്നെ പോലീസും ഒരുപോലെ സുഗാന്തിന് വേണ്ടി ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇന്നലെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ രാജ്യം വിട്ടിട്ടില്ല. സുഗാന്ത് എവിടെയോ ഒളിവിൽ കഴിയുകയാണ് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. എന്തായാലും സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും സുഗാന്തിന്റെ കൈവശമുള്ള ഫോൺ പരിശോധിക്കുകയും ചെയ്യുന്നതിലൂടെ എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിക്കാനിടയായ യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ കിട്ടുമെന്ന നിഗമനത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമ്പത്തിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് മേഘ എന്ന കാര്യമായിരുന്നു പിതാവ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം അദ്ദേഹം ഇന്നലെയാണ് മകൾ ലൈംഗികമായും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈവശം സുകാന്ത് സുരേഷുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ വസ്തുത ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ചില തെളിവുകൾ കൂടി പോലീസ് സംഘത്തിന് കൈമാറിയിട്ടുള്ളതായാണ് വിവരം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് മേഘയുടെ ആൺ സുഹൃത്ത് സുകാന്തിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ചൂഷണം നടന്നിട്ടുണ്ട് എന്ന് കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. സാമ്പത്തിക ചൂഷണം മാത്രമല്ല, ലൈംഗിക ചൂഷണത്തിനു കൂടി മേഘ ഇരയായി എന്ന് കുടുംബം ഇപ്പോൾ പോലീസിനെ അറിയിക്കുകയും അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം, ഇടവേളയ്ക്ക് ശേഷം.
വഖഫ് ബില്ലിനെ എംപിമാർ പിന്തുണച്ചില്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് മറുപടി നൽകുമെന്ന് KCBC വക്താവ് തോമസ് തറയിൽ ന്യൂസ് 18നോട്. കേരളത്തിൽ നിന്നുള്ള എംപിമാരോട് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന് കരുതുന്നുവെന്നും തോമസ് തറയിൽ പറഞ്ഞു. KCBC പ്രതീക്ഷയിൽ തന്നെയാണ് നിശ്ചയമായിട്ടും. കാരണം നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളോട് കൃത്യമായ നിലപാട് അറിയിക്കുകയും അവരുടെ സപ്പോർട്ട് ഈ ബില്ല് പാസ്സാക്കുന്നതിൽ, ബില്ല് പാസ്സാക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വഖഫ് ബില്ലിനെ അപ്പാടെ അംഗീകരിക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. വഖഫ് ബില്ലിൽ ഈ മുനമ്പത്തെ ജനങ്ങളെ പോലെ ഉള്ള പ്രശ്നങ്ങൾ, മുനമ്പത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പോലെ ഉള്ള പ്രശ്നങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകുന്ന തരത്തിലുള്ള വകുപ്പുകൾ ഈ വഖഫ് നിയമത്തിൽ ഇപ്പോഴുണ്ട്. അത് ഭേദഗതി ചെയ്യണം. അതിനുള്ള ആ വകുപ്പുകൾ ഭേദഗതി ചെയ്യണം. കൃത്യമായിട്ട് വകുപ്പായിട്ട് തന്നെ ചർച്ച ചെയ്ത് ആ ഭേദഗതികളെ അനുകൂലിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴും മുനമ്പം സമരത്തെ പാർട്ടിയിൽ തന്നെ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പല അഭിപ്രായങ്ങളാണ് പലരും പറയുന്നത്. പല എംപിമാരും ഒരു നിലപാട് പറയാൻ പോലും തയ്യാറാകാത്ത സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. അതെ, ഒരുപക്ഷെ നിലപാട് പറയാൻ സാധിക്കാത്തത് തന്നെ ഇതിനകത്ത് വാസ്തവം ഉണ്ടെന്നുള്ളതും നീതി ഉണ്ടെന്നുള്ളതും കൊണ്ടാണ്. അതേസമയം അവരുടെ മേൽ മറ്റ് പല സമ്മർദ്ദങ്ങളും ഉണ്ടാവും. പാർട്ടിയുടെ സമ്മർദ്ദമുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു നിലപാട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അതേസമയം ബില്ല് ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അനുകൂലമായിട്ടുള്ളൊരു നിലപാട് തന്നെയായിരിക്കും കേരളത്തിൽ നിന്നുള്ള എംപിമാരെടുക്കുന്നതെന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം ഈ പ്രശ്നത്തിൽ വസ്തുതയുണ്ട് എന്നുള്ളത് അവർക്കെല്ലാവർക്കും അറിയാം. നീതിപൂർവകമായൊരു പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാകണമെന്നുള്ളതും അവർക്കറിയാം. മറ്റൊരു വഴി ഇനി മുൻപോട്ട് കാണാനായിട്ടില്ല. നമ്മൾ നിയമപരമായൊരു പരിരക്ഷ ലഭിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിപൂർണമായിട്ട് പരിഹരിക്കപ്പെടുകയുള്ളൂ. താൽക്കാലികമായൊരു പരിഹാരമല്ല നമുക്ക് വേണ്ടത്. മുനമ്പത്ത് മാത്രം പ്രശ്നവുമല്ല, ഇത് ഇന്ത്യയെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായ പരിരക്ഷയോടുകൂടിയ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ആ ഒരു ധാരണയിലേക്ക് എംപിമാർ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മറിച്ചൊരു രീതിയിലാണ് അവിടെ ഒരു പിന്തുണയ്ക്കുന്നതെങ്കിൽ, UDF എംപിമാർ പിന്തുണയ്ക്കുന്നതെങ്കിൽ ഏത് തരത്തിലായിരിക്കും പിന്നീടുള്ള KCBCയുടെ ഒരു നീക്കം? ക്രിയാത്മകമായ ഒരു നടപടി അല്ല ഉണ്ടാകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നത് ജനം തന്നെയാണ്. അവിടുത്തെ സമരത്തിലായിരിക്കുന്ന ജനങ്ങൾ, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അവർ നടപടികളെടുക്കും, അവരെ നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യും. തീർച്ചയായും വഖഫ് ബില്ല് പാർലമെന്റിലേക്ക് എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് KCBC. കാരണം മുനമ്പം ജനത അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവർ ദീർഘനാളായി അവർ സമരത്തിലാണ്, നിരാഹാര സമരത്തിലാണ്. സർക്കാർ പോലും കൈവിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവർക്കിനി പ്രതീക്ഷ നമ്മുടെ എംപിമാരിൽ തന്നെയാണ്. നടക്കാൻ പോകുന്ന പാർലമെന്റ് ഈ ഒരു വഖഫ് ബില്ലിൽ തന്നെയാണ് ഏറെ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്നത്. ക്യാമറമാൻ KP ദിനേശിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. നവമി ദിനേശ് തന്നെ വിവരങ്ങളുമായി ചേർന്നുണ്ട്. നവമി, ഈ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കും എന്ന നിലപാട് പ്രഖ്യാപിച്ച ശേഷവും KCBC തങ്ങളുടെ നിർദ്ദേശം അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം എംപിമാർ മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്നലെ KCBCയുടെ ഭാഗത്തു നിന്ന് വന്ന ചില പരാമർശങ്ങൾ ശ്രദ്ധേയമായിരുന്നു. അത് ജനങ്ങളായിരിക്കും ഇതിന് മറുപടി പറയുക എന്നതാണ്. അതായത് ഒരു വെല്ലുവിളിയുടെ സ്വഭാവം അതിനുണ്ടായിരുന്നു. മുനമ്പം ചൂണ്ടിക്കാണിച്ചാണ് ഇതിൽ പ്രധാനമായും KCBC ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത്. പക്ഷേ ഈ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അറിഞ്ഞ ശേഷവും ഇവർക്ക് പ്രതീക്ഷയുണ്ടോ ആ തരത്തിലൊരു നിലപാട് മാറ്റമുണ്ടാവുമെന്ന്? KCBC വക്താവ് തോമസ് തറയിലിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം അല്പസമയം മുൻപ് വരെ പല എംപിമാരെയും വിളിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഉണ്ടാകുന്നത് എന്ന് ഉറച്ചു തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അത്രമാത്രം പ്രതീക്ഷയാണ് ഇവരിപ്പോഴും വെച്ചു പുലർത്തുന്നത്. മുനമ്പം സമരം 172 ദിവസമാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലും നിരാഹാര സമരമാണ്. 172 ദിവസം നിരാഹാര സമരം ഇരിക്കുകയാണ് മുനമ്പം ജനത. സർക്കാർ നിയോഗിച്ച കമ്മീഷനെ അടക്കം ഹൈക്കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെയും ആകെയുള്ളൊരു കച്ചിത്തുരുമ്പ് ഈ പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കുന്ന ബില്ലിലാണ്. അതിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ അവരെ പിന്തുണയ്ക്കും, ആ ബില്ലിനെ പിന്തുണയ്ക്കുമെന്നാണ് ഉറച്ചവർ വിശ്വസിക്കുന്നത്. കാരണം മുനമ്പം സമരമുഖത്ത് വന്ന ഈ ഓരോ എംപിമാരും നൽകിയ വാഗ്ദാനം അങ്ങനെയാണ്. ഹൈബി ഈഡൻ MP ഉൾപ്പെടെ അവിടെ വന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകും, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും നൽകുമെന്ന്
വാക്ക് നൽകിക്കൊണ്ടാണ് മടങ്ങിയത്. ആ MP തങ്ങളെ ചതിക്കില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യം അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷെ അപ്പോഴും കേരളത്തിൽ നിന്നുള്ള മുനമ്പം ജനത അല്ലെങ്കിൽ KCBC ഒക്കെ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. മറിച്ചാണെങ്കിൽ ഇത്തരത്തിൽ ഈ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ജനം മറുപടി നൽകും, മുനമ്പം ജനത മറുപടി നൽകും. ഒപ്പം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവർ അവർക്ക് എങ്ങനെയാണ് ജനങ്ങൾ മറുപടി നൽകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എന്നുകൂടിയാണ് KCBC വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഹൈബീഡൻ MP-യുടെ ഓഫീസിന് മുന്നിലൊക്കെ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൽ മുനമ്പം വഖഫ് ബില്ലിനെതിരായി പറഞ്ഞു എന്ന് കരുതി പറഞ്ഞാൽ ജയിച്ചു എന്ന് കരുതണ്ട എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുമായിട്ടാണ് മുനമ്പം ജനതയുടെ പേരിൽ ഒരു പോസ്റ്ററൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് BJP-യുടെ നേതൃത്വത്തിൽ ഹൈബീഡൻ MP-യുടെ ഓഫീസിലേക്ക് മാർച്ചൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ MP-മാരെ സംബന്ധിച്ച് MP-മാരുടെ ഈ ഒരു നിലപാടിൽ അത് ഇപ്പോഴും അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്, ഞങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുമെന്ന്. കാരണം മുനമ്പം ജനതയെ അങ്ങനെയാണ് അവർ വിശ്വസിപ്പിച്ച് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്. KCBC-യും അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. വിശ്വാസമുണ്ട് MP-മാരുമായി. ഞങ്ങൾ പല MP-മാരുമായി സംസാരിച്ചു, KC വേണുഗോപാലും ഹൈബീഡൻ MP-യുമായിട്ടൊക്കെ സംസാരിച്ചു എന്ന് KCBC വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കുമെന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താണിന്ന് പാർലമെന്റിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് 12 മണിയോടുകൂടി തന്നെ അറിയാൻ സാധിക്കും. ശ്രീജ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം ഇന്ന് 52ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മന്ത്രി വീണ ജോർജ് ഇന്ന് തിരികെ എത്തും. വരും ദിവസങ്ങളിൽ ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ച നടത്തും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഈ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി മടങ്ങിയെത്തുമ്പോൾ ആശമാർക്ക് പ്രതീക്ഷയുണ്ടോ ഈ ഒരു കൂടിക്കാഴ്ച? ഇനി ആശമാരുമായി ഒരിക്കൽ കൂടി ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ പുതിയതായി സർക്കാരിന് എന്തെങ്കിലും വെക്കാനുണ്ടോ? കഴിഞ്ഞ കൂടിക്കാഴ്ച പോലെ തന്നെ ആവുമോ എന്നതാണ് അവരുടെ മനസ്സിലുള്ളൊരു പ്രധാനപ്പെട്ട സന്ദേഹം. ഈ ഒരു കൂടിക്കാഴ്ചയുടെ സമയം എപ്പോഴായിരിക്കും? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഇതുവരെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ 2 ദിവസത്തിനകം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നേക്കുമെന്നാണ് സൂചന. ഒരുപക്ഷെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി നടത്തിയ ചർച്ചയിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ശുഭകരമായ ഒരു തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്ന് വീണ ജോർജ് തന്നെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആശാവർക്കർമാരെ അറിയിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു നടപടി ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇതിനു മുൻപും കഴിഞ്ഞ ദിവസം തുടർച്ചയായി NHM ഡയറക്ടറും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഈ സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോഴൊന്നും സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറയുന്നതല്ലാതെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അതിന് പകരം അവർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഒത്തുതീർപ്പിലേക്ക് നീങ്ങണമെന്നൊരു നിലപാട് ആരോഗ്യമന്ത്രി വീണ്ടും ഈ സമരസമിതിക്ക് മുൻപിൽ ആവർത്തിക്കാനാണ് സാധ്യത. എന്തായാലും ആരോഗ്യമന്ത്രി ചർച്ച നടത്തുമെന്ന പ്രസ്താവനയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നലെ വാർത്താക്കുറിപ്പിൽ ആശാവർക്കർമാർ തന്നെ രംഗത്തെത്തിയിരുന്നു. മന്ത്രിയുടെ നിലപാട് സ്വാഗതാർഹമാണ്. എപ്പോൾ എവിടെ ചർച്ചയ്ക്ക് വിളിച്ചാലും തങ്ങൾ പങ്കെടുക്കുമെന്നാണ് ആശാവർക്കർമാരും വ്യക്തമാക്കിയിരിക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 52 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ INTUC-യുടെ സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ ഇത്രയും ദിവസം INTUC ആശാവർക്കർമാരുടെ സമരത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി INTUC നിലപാട് മയപ്പെടുത്തിയത്. അങ്ങനെ R ചന്ദ്രശേഖരൻ അടുത്ത ദിവസം സമരപ്പന്തലിൽ സന്ദർശനം നടത്തുമെന്നാണ് വിവരം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വാളയാർ കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മരിച്ച പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 6 കേസുകളിൽ ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർത്ത CBI നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഹർജിയിൽ CBI മറുപടി നൽകിയേക്കും. ഇനി അന്താരാഷ്ട്ര വാർത്തയിലേക്ക് വന്നാൽ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയുടെ ആഗോള പകരച്ചുങ്ക പ്രഖ്യാപനം ഇന്നുണ്ടാകും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമേലും പരസ്പരം ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് വെല്ലുവിളിച്ചിട്ടുള്ളത്. നേരത്തെ 15ഓളം രാജ്യങ്ങൾക്കുമേൽ നികുതി ചുമത്തുമെന്നായിരുന്നു കരുതിയിരുന്നത്. ഇത് പൂർണ്ണമായും തള്ളുന്നതാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ തീരുവ വരുന്നതോടെ കയറ്റുമതിയിൽ വലിയ ആഘാതമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ.
ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. എറണാകുളം, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസം എല്ലാ ജില്ലകളിലും വേനൽ മഴ ശക്തമാവുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. മലയോര മേഖലയിൽ കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ഇത്തവണ ലഭിക്കാനാണ് സാധ്യത. പുനലൂർ ഇനി സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമാവുകയാണ്. കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാന സർക്കാർ തുടക്കമിട്ട മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായാണ് പട്ടണത്തെ മാലിന്യമുക്ത നഗരമാക്കി മാറ്റിയത്. 20 തൊഴിലാളികളെ നിയോഗിച്ച് പട്ടണം എല്ലാ ദിവസവും തൂത്ത് വൃത്തിയാക്കുന്നു. മാലിന്യക്കൂനകൾ നീക്കം ചെയ്തു. പട്ടണം മോടി പിടിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിൽ ബോധവൽക്കരണ പോസ്റ്ററുകൾ പതിച്ചു. വാർഡ് തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഇങ്ങനെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നഗരസഭ നേട്ടം കൈവരിച്ചത്. പ്രഖ്യാപനത്തിന് മുന്നോടിയായി നഗരത്തിൽ വിപുലമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. പുനലൂർ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പട്ടണം ചുറ്റി സമ്മേളന നഗരിയായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് സമാപിച്ചത്. ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഹരിത കർമ്മസേന അംഗങ്ങളും ആശാപ്രവർത്തകരും ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശുചിത്വ സമ്മേളനം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പല രോഗങ്ങളും പടർത്തുന്നത് ഈ മാലിന്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കീടങ്ങളുമെല്ലാം പറന്ന് വന്ന് നമ്മുടെ ദേഹത്തും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുമൊക്കെ അറിയാതെ അണുക്കളെ നിക്ഷേപിച്ച് പോകുന്നത് കൊണ്ടാണ് മാരാ രോഗങ്ങൾ നമ്മുടെ നാട്ടിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പരിധി വരെ കുറഞ്ഞു വരുന്നു. ഇനിയിപ്പോ കാലവർഷം കൂടി ആകുമ്പോൾ നമ്മുടെ ഈ ഏറ്റവും നല്ല നിലയിൽ പോവുകയാണെങ്കിൽ പകർച്ച വ്യാധികൾക്ക് വിട എന്ന നിലയിൽ ഒരു ബോർഡ് നമ്മുടെ നാട്ടിൽ സൂക്ഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഗാന്ധിഭവൻ ചെയർമാനും നഗരസഭയുടെ ശുചിത്വ അംബാസിഡറുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചു. നമ്മുടെ കേരളത്തിനെ സൗന്ദര്യവൽക്കരിക്കുന്ന കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അത്ഭുതകരമായ ഒരു നവീകരണ ദിശയിലേക്കാണ് നമ്മൾ മാറിയിരിക്കുന്നത്. മികച്ച ഹരിത ആശുപത്രിയായി താലൂക്ക് ആശുപത്രിയെയും മികച്ച ഹരിത സ്ഥാപനമായി താലൂക്ക് ഓഫീസിനെയും മികച്ച ഗ്രന്ഥശാലയായി ഐക്കരക്കോണം പബ്ലിക് ലൈബ്രറിയെയും മികച്ച വിദ്യാലയമായി VOUPSനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് 18 പുനലൂർ. ഇനി സ്പെഷ്യൽ ഡേ ആശംസകളിലേക്കാണ്. ഇന്ന് എല്ലാം കുറച്ച് സ്പെഷ്യലാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ആശംസകൾ കുറച്ച് അധികമുണ്ട്. നിങ്ങളുടെയൊക്കെ ആശംസ അറിയിക്കാൻ ഞങ്ങൾ ഓക്കെയാണ്. നിങ്ങൾ അയച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആ ആശംസയിലേക്ക് കടക്കുകയാണ്. കൊല്ലം കുളക്കട സ്വദേശി ബീനയുടെ പിറന്നാളാണിന്ന്. ആര്യ ആർ ദേവനും യദു രാജീവുമാണ് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ആര്യയുടെ മദർ ഇൻ ലോ ആണ് ശ്രീമതി ബീന. അപ്പം ആൻറ്റി, ഞങ്ങളുടെയൊക്കെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അടുത്തതും ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തിൻ്റെ തന്നെ ആശംസയാണ്. അത് ഞങ്ങളുടെ ആലപ്പുഴ ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിയുടെ 2ാം വിവാഹ വാർഷികം. പ്രശാന്ത് മംഗലശ്ശേരിക്കും ഒപ്പം പ്രശാന്തിൻ്റെ പ്രിയതമ ശ്രീദേവിക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പ്രശാന്ത് ഇങ്ങനെ എല്ലാ ബ്യൂറോകളിലും ഓടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ശ്രീദേവിക്കും ഞങ്ങളുടെയൊക്കെ നന്ദിയും സ്നേഹവും. രണ്ടുപേർക്കും ഒരു നല്ല കുടുംബജീവിതം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ആനിവേഴ്സറി. അടുത്തത് തിരുവനന്തപുരം മൺവിള സ്വദേശി പ്രദീപ് കുമാറിൻ്റെയും സുജിയുടെയും മകൾ പ്രജിതയുടെ ജന്മദിനമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയാണ് സുജി ചേച്ചി, ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ. അപ്പോൾ സുജി ചേച്ചിയുടെ മോൾ നമ്മുടെയൊക്കെ ഒരു കുടുംബാംഗം എന്ന നിലയ്ക്ക് പ്രജിതയ്ക്കും ഹാപ്പി ബർത്ത്ഡേ. ഇതുപോലെ ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളുടെ വിശേഷാവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് വളരെ സിമ്പിളാണ്. സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. സാധാരണ എപ്പോഴും പറയാറുണ്ട് വാർത്തകൾ കൊണ്ട് സമ്പന്നമായ ദിവസമാണ്, തിരക്ക് പിടിച്ച ദിവസമാണെന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് ശരിക്കും അങ്ങനത്തെ ഒരു ദിവസമാണ്. ഈ ദിവസം മുഴുവൻ വരാനിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ്.
ആ വാർത്തകളിലേക്കും അതിൻ്റെ അപ്ഡേറ്റ്സിലേക്കും ഒക്കെ നമ്മൾ മടങ്ങിയെത്തും കുറച്ച് സമയത്തിന് ശേഷം. ഇപ്പോൾ നമുക്ക് പോലീസ് പെട്രോൾ കാണാം. ചേരുന്നത് ടോം കുര്യാക്കോസ്.